ഹരേ കൃഷ്ണ. സ്തുതികളിലെടുത്തത് സുഗ്രീവ സ്തുതി. തപസ്വിനിയായ ശബരീദേവിയിൽ നിന്നും സീതാവൃത്താന്തം അറിഞ്ഞ രാമലക്ഷ്മണർ അവിടെ നിന്നും നടന്ന് അതിമനോഹരമായ പമ്പാസരസിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു. സരസിലിറങ്ങി അവർ ശരീരശുദ്ധി വരുത്തുകയും അതിലെ ജലം പാനം ചെയ്ത് ദാഹം തീർക്കുകയും ചെയ്തു. അവിടെ നിന്നും മന്ദം നടന്ന് അവർ ഋഷ്യമുഖാചലത്തിൽ എത്തി. അവിടെ വെച്ച് ഹനുമാൻ സ്വാമിയെയും സുഗ്രീവനെയും കണ്ടുമുട്ടി. സുഗ്രീവനുമായി ഭഗവാൻ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു. സ്വന്തം സഹോദരനായ ബാലിയെ പേടിച്ചാണ് സുഗ്രീവൻ ഋഷ്യമുഖാചലത്തിൽ കഴിയുന്നത്. ദേവന്മാരെ പോലും തോൽപ്പിക്കാൻ കഴിവുള്ള ബലവാനായ ബാലിയെ വധിക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ള ആളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി എന്ന് മനസ്സിലാക്കിയ സുഗ്രീവൻ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാന്റെ മായാബന്ധത്തിൽ നിന്നും മുക്തി നൽകി തന്നെ ഈ സംസാരബന്ധത്തിൽ നിന്നും മോചിപ്പിക്കണേ എന്നും തൻ്റെ സകല പ്രവൃത്തികളും ഭഗവാനോടുള്ള ആരാധനയായി തീരട്ടെ എന്നും പറഞ്ഞാണ് സുഗ്രീവൻ ഭഗവാനെ സ്തുതിക്കുന്നത്. നമുക്ക് കേൾക്കാം സുഗ്രീവ സ്തുതി. സാക്ഷാത് ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിൻ തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനുമെനിക്കു യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷദനായ ഭവാന് ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാവിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്തഭാഗ്യഫലോദയാത്. മണ്ണിനായൂഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനവ്രതതീർത്ഥ തപക്രതു കർമ്മപൂർത്തിഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം. നിർണയം ത്വത്പാദഭക്തി കൊണ്ടെന്നിയേ. ത്വത്പാദ പത്മാവലോകനം കേവലമിപ്പോൾ അകപ്പെട്ടതും ത്വത്കൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലുമെന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടുമജ്ഞാനമനർത്ഥതം. ചിത്തം ഭവാങ്കലുറയ്ക്കായികലും മതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന്നു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മഘ്നനെങ്കിലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ. ത്വത്പാദഭക്തി മാർഗോപദേശം കൊണ്ടു മൽപാപമുൽപ്പാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വത്പാദപത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേവലജ്ഞാനവും. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗത്പദേ. ത്വത്പാദപങ്കജത്തിങ്കലുറയ്ക്കേണമെപ്പോഴും ഉൾക്കാമ്പെനിക്കു രമാപതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകേണമെന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാംബോരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരികെന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ
നിന്നുടെ ചാരുചരിതം ധരാപതേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വത്പാദപാംസു തീർത്ഥങ്ങളേൽക്കാകണമെപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗത്പതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവത്പദം. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം.